KFC അപ്പം ബാൻഡാണ്, ബാൻഡ് എന്നല്ല പ്രൊഹിബിറ്റഡ് ആണ് പ്രഗ്നന്റ് ലേഡീസിന്. ഇറ്റ് ക്ലിയർലി ഹാസ് എ കോമ്പൗണ്ട് ഇൻ വിച്ച് ഇസ് ബാഡ് ടു ദി എംബ്രിയോ. വെൻ യു ആർ പ്രഗ്നന്റ് ഇൻസൈഡ് വിത്ത് യുവർ ഫീമെയിൽ എംബ്രിയോ യു ഹാവ് ടു അവോയ്ഡ് പ്ലാസ്റ്റിക്സിൽ നിന്ന്, പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്, ക്യാൻഡ് ഫുഡ്സൊക്കെ, ക്യാനിലുള്ള ഫുഡൊക്കെ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് നമ്മൾ യൂഷ്വലി പറയുന്നല്ലോ കോക്ക്. ഇപ്പം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ KFC പോയായിരുന്നു. KFC പോയപ്പോൾ അവരെന്നെ കടത്തി വിട്ടില്ല. അപ്പം എന്താ, അപ്പം അതിലെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയാം. ഇല്ല അവർ വിട്ടില്ല. എനിക്ക് KFC കഴിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവർ സമ്മതിച്ചില്ല. അതെ, അപ്പോൾ അവർ നല്ല മനസ്സുള്ളവരാ. ഞാൻ പോയപ്പോൾ അവർ വലിയ കോംബോ പാക്ക് തന്നാ തിരിച്ചു വിട്ടു. ആൻഡ് ഞാൻ ക്രേവിങ് വന്നിട്ട് പോയതാണ്. പക്ഷേ സ്റ്റാഫ് എല്ലാവരും കൂടെ പറഞ്ഞു, അവരുടെ പ്രോട്ടോക്കോളാണെന്നാണ് പറഞ്ഞത്. അവരുടെ റൂളാണ് പ്രഗ്നൻറ്റ് ലേഡീസിന് സെർവ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം മൈ തിങ് ഈസ്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് എന്നെ കണ്ടപ്പോൾ മനസ്സിലായത് എന്താ, എനിക്ക് കുറച്ച് വയറൊക്കെ വന്നോണ്ടല്ലേ. അപ്പം ഐ മസ്റ്റ് ഹാവ് ബീൻ ലൈക്ക് 30 ക്രോസ് ചെയ്തിട്ടുണ്ടാവും. 30 വീക്സ്, 8 മാസമോ 7 മാസം എന്തോ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. സോ വാട്ട് അബൌട്ട് ദ പ്രഗ്നൻറ്റ് ലേഡീസ് ബിഫോർ ദാറ്റ്? വയറൊന്നും കാണാത്ത ആ സ്റ്റേജിൽ അവർ KFC കഴിക്കാൻ വന്നിട്ടുണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് അറിയില്ല. അവർ KFC അപ്പം ബാൻഡെന്നല്ല പ്രൊഹിബിറ്റഡ് ആണ് പ്രഗ്നൻറ്റ് ലേഡീസിന്. അപ്പോൾ വിച്ച് മീൻസ് ഇറ്റ് ക്ലിയർലി ഹാസ് എ കോമ്പൗണ്ട് ഇൻ ഇറ്റ്സ് ഫുഡ് വിച്ച് എന്താ പറയുക, വിച്ച് ഇസ് ബാഡ് ടു ദി എംബ്രിയോ. സോ അറ്റ്ലീസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് അതിനെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ കൊള്ളാം.